നീ അവിടെ എന്താ പരിപാടി? ഞാനിവിടെ ഒരു ഡിജിറ്റൽ ക്ലോക്ക് നോക്കിക്കൊണ്ടിരിക്കുക. ഡിജിറ്റൽ ക്ലോക്കോ? എന്നാ വിലയാ? നിന്റെ ഐഫോണല്ലേ ഇരിക്കുന്നത്? അതെ, എൻ്റെ ഒരു ഐഫോണാ. നീ ഐഫോൺ ആ ലോക്ക് ചെയ്തിട്ട് ചാർജറിൽ കുത്തിക്കേ. ഒരു മിനിറ്റ്. എന്നിട്ട് ഫോൺ ചെരിച്ചങ്ങ് വെച്ചേ. വാവ്, കൊള്ളാലോ. ഇങ്ങനെയുണ്ട് സൂപ്പർ. നമ്മുടെ ക്ലോക്ക് എങ്ങനെയുണ്ട്? സൂപ്പർ ആയിട്ട്. ഇതാണ് നമ്മുടെ ഐഫോണിൽ ആ ഹിഡൻ ഫീച്ചർ ആയിട്ടുള്ള ഡിജിറ്റൽ ക്ലോക്ക്. സത്യം പറഞ്ഞാൽ എനിക്ക് ഈ ക്ലോക്കിനെ കുറിച്ച് അറിയത്തില്ലായിരുന്നു. കഴിഞ്ഞ ദിവസം ചാർജ് കുത്തി ഈ ഫോണും ചിരിച്ചു വെച്ചു. അപ്പോഴാണ് ഇങ്ങനൊരു ഫീച്ചർ ഐഫോണിൽ തന്നെ ഉള്ള കാര്യം ഞാൻ അറിയുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറായിട്ട് എനിക്ക് തോന്നി. ഇതിൻ്റെ ക്ലോക്കിൻ്റെ ഫ്രെയിമും കാര്യങ്ങളും ഒക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഫോണിലൊന്ന് അൺലോക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഗാലറിയിലെ ഫോട്ടോയും നമുക്ക് ഈ ക്ലോക്കിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കരുതേ. ഇതിനകത്ത് നമുക്ക് ക്ലോക്കിൻ്റെ ഫ്രെയിം, കാര്യങ്ങൾ, ഡേറ്റ്, ടെമ്പറേച്ചർ എല്ലാം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. പിന്നെ ഈ ക്ലോക്ക് തന്നെ നൈറ്റ് മോഡ് സപ്പോർട്ടാണ്. ലൈറ്റ് ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് നൈറ്റ് മോഡിലേക്ക് സ്വിച്ച് ചെയ്യുന്നതാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ഫീച്ചറാണ്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം ഒന്നുകൂടി കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ നമ്മൾ ഇതിൻ്റെ അത് ടച്ച് ചെയ്യേണ്ട പോലെ ആവശ്യമില്ല. നമ്മൾ ഈ ഫോൺ എവിടെയും ചെരിച്ച് വെച്ച് നമ്മൾ ജസ്റ്റ് ഒരു ഷെയ്ക്ക് എവിടെയെങ്കിലും നിന്ന് കൊടുത്താൽ മതി. നമ്മളിപ്പോൾ ഒരു മേശ വെച്ച് ആ മേശയുടെ തുമ്പത്ത് ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക്കായി വർക്ക് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ ഇതെല്ലാം വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണേ. 6 പ്ലസിൽ വർക്ക് ചെയ്യുന്നില്ല, ബാക്കി മേലോട്ടുള്ള ഫോണിൽ വർക്ക് ചെയ്യുന്നുണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫോണുകളിൽ വർക്ക് ചെയ്യുന്നുണ്ടെങ്കിൽ താഴെ കമൻറ്റ് ചെയ്യണേ. അപ്പോൾ ഇനി ഇതിനുള്ള കിടിലം വീഡിയോ ആയിട്ട് ഇനി ഞാൻ നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ഇനി ഇതിലും കിടിലം വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.